അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹയാന ക്രാഫ്റ്റ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരിക്കേച്ചർ ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ പഠിപ്പിച്ചിരുന്ന എൻ്റെ UKG കിഡ്സും പിന്നെ ഞാനുള്ളൊരു കാർട്ടൂൺ ഫ്രെയിം. അപ്പോൾ കാരിക്കേച്ചർ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാസ്യത്തിൻ്റെ തരത്തിലൊക്കെ പറയില്ലേ, കളിയാക്കുന്ന. അപ്പോൾ ഞാനിവിടെ ഫോട്ടോസ് ഫുള്ള് കാർട്ടൂൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ മുബീന മിസ്സും കിഡൂസും ഒരു ഹെഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഗിഫ്റ്റ് ഐഡിയ ആണ് കേട്ടോ. അപ്പം ഞാനും എൻ്റെ 30 കിഡൂസും എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു കാരിക്കേച്ചർ ഫ്രെയിമാണ് ഞാനിന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷീറ്റ് എന്ന് പറഞ്ഞാൽ ലേസർ പ്രിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. A4 സൈസിൽ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രിൻ്റ് എടുത്തൊരു സംഭവമാണ്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഫ്രെയിമും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഫ്രെയിം കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ളൊരു ഫ്രെയിമാണ്. അപ്പോൾ ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് അതിന് റേറ്റും ഉണ്ട്. പൊതുവേ ഉള്ള ഫ്രെയിംസിന് സാധാരണ 200 അല്ലെങ്കിൽ 250 ഒക്കെയാണ് വരുന്നത്. അപ്പം ഈ ഒരു ഫ്രെയിമിൻ്റെ റേറ്റ് വരുന്നത് 400 റുപ്പീസ് ആണ് കേട്ടോ. അതായത് ഇത് A4 ആണ് സൈസെങ്കിലും ഇതിൻ്റെ ബോർഡർ അത്യാവശ്യം നല്ല വീതി ഉണ്ട്. അപ്പോൾ ഇത് A3ൻ്റെ അത്രയും ഏകദേശം A3ൻ്റെ വലുപ്പത്തിൽ വരുന്നതാണ്. അപ്പോൾ പിന്നെ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ലുക്കാണ്. അതായത് ഏത് ഫോട്ടോ അതിൽ ചെയ്താലും അടിപൊളിയാണ്. പിന്നെ മെയിനായിട്ട് ഇതിലേക്ക് നമ്മൾ നിക്കാഹ് നാമ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യണതാണ് ഞാനിന്ന് ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ. നമുക്കിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചു വെച്ച് നോക്കാം. കണ്ടോ, സൂപ്പറായില്ലത്? നല്ല, അതായത് കാണുമ്പോൾ തന്നെ നല്ല സ്റ്റാൻഡേർഡ് തോന്നുന്നുണ്ടോ. ആ ഫ്രെയിമിൻ്റെ ഒരു ലുക്കും പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്തേക്കുന്ന ഫോട്ടോസിൻ്റെ ഒരു ലുക്കും കൂടെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ടൂൺമി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ ഒരു ഹെഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്പും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ, അതായത് ഇനി എഡിറ്റിംഗ് എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, കാരണം എഡിറ്റിംഗ് ഫുള്ളായിട്ട് മനസ്സിലായതിന് ശേഷം ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യണത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള ഫോട്ടോസ് നമ്മൾ ഒരു ഫോൾഡറിലാക്കിയത്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 30 സ്റ്റുഡൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ ഫോട്ടോസ് ഫുള്ളായിട്ട് ഞാൻ ഒരു കിഡൂസ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എഡിറ്റിംഗ് ഫസ്റ്റ് തുടങ്ങാം. ടൂൺമി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യണത്. അപ്പോൾ ഈ ടൂൺമി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ടിൽ കുറേ പിക്ചേഴ്സ് കാണാം. അതായത് കാർട്ടൂൺ രൂപത്തിലാവുന്ന ഒരുപാട് പിക്ചേഴ്സ്. അപ്പോൾ ഞാൻ ഓൾറെഡി നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ഫേവറേറ്റ്സിൽ എടുത്തിടാം, നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു സംഭവത്തിലാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മൾ അതെടുക്കുക, എന്നിട്ട് ഗാലറി പോവുക. ഏത് ഫോട്ടോ ആണോ നമ്മൾ ചെയ്യേണ്ടത് ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, നമ്മൾ ഫോട്ടോസൊക്കെ ഒരു ഫോൾഡറിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്യുക, താഴെ കാണുന്ന ആരോ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അപ്പോൾ അത് താനെ നമ്മൾ അങ്ങനത്തെ ഒരു കാർട്ടൂണായി വരും. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അവിടെ ബ്ലാങ്ക് ആയി പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ബ്ലാക്ക് കളറിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ആ താഴെയുള്ള ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പ്രോസസ്സിങ് കാണിക്കും. പ്രോസസ്സിങ് കാണിച്ചിട്ട് അത് താനെ അത് കാർട്ടൂണായിട്ട്, നമ്മളെ ഒറിജിനൽ ഫോട്ടോ അത് കാർട്ടൂണായിട്ട് മാറും. ദെൻ മേലെ സേവ് ടു ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ടൂൺമി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൻ്റെ പരസ്യം വരും. അത് നമ്മൾ അതിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു അഡ്വർടൈസ്മെന്റ്, അവരുടെ ഒരു പരസ്യം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടൂൺമി എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഭവം താനെ റിമൂവ് ആയി പൊക്കോളും. ഓക്കെ, അപ്പം നമ്മൾക്ക് ഈ 30 ഫോട്ടോസ് നമ്മൾ എന്ത് ചെയ്യണം, കാർട്ടൂൺ രൂപത്തിലേക്ക് ആക്കിയെടുക്കണം. അപ്പം അതിന് കുറേ ടൈം എടുക്കും. അപ്പം ഞാനിതിൽ ആകെ 2-3 പേരുടെ ഫോട്ടോസ് ചെയ്യുന്നതേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടീനെ മാത്രം നമുക്ക് മതി ശരിക്കും. ഇത് ഞാൻ ഒന്നിച്ചെടുത്തുള്ള ഒരു സെൽഫി ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നിന്നേ ക്രോപ്പ് ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണ സമയത്ത് നമുക്കത് ക്രോപ്പ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ഫോട്ടോയും നേരത്തെ പറഞ്ഞ പോലെ കാർട്ടൂണിക്കാക്കാം. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് വേറെ കാർട്ടൂൺ ഉണ്ടിട്ട് ഇതിൽ നമ്മൾ ഒരെണ്ണം ഞാനിതുപോലെ കാണിച്ചെന്നുള്ളൂ. നിങ്ങൾക്ക് ഏത് തരത്തിലാണോ ആക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടെംപ്ലേറ്റ്സ്, അതായത് ഇഷ്ടപ്പെടുന്ന കാർട്ടൂൺ രൂപങ്ങൾ സെലക്ട് ചെയ്യുക. മേലെ ഒരു സ്റ്റാർ ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫേവറേറ്റ്സിൽ വരും. അപ്പോൾ ഫേവറേറ്റ്സിൽ വരുമ്പോൾ നമുക്കതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് എടുക്കണ നേരത്ത് നമ്മൾ ഫേവറേറ്റ്സിൽ പോയി കഴിഞ്ഞാൽ വേഗം എടുത്ത് കിട്ടും. ഓക്കെ, പിന്നെ ചില ഫോട്ടോസ് ഇതിലേക്ക് ഇപ്പം നമുക്ക് കൂടുതലും ഫേസ് മാത്രം ഉള്ള ഫോട്ടോസ് തന്നെയാണ് എപ്പോഴും നല്ലത്.
അപ്പോൾ ഇനി ഫുൾ ലെങ്ത്തിൽ കിട്ടുന്ന വീഡിയോ അല്ല ഫോട്ടോ ആണെങ്കിൽ നമ്മളത് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ താഴെ കാണുന്ന കണ്ട ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫേസും അത്രയും ഭാഗം ഫുൾ ലെങ്ത് ഇല്ലാണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ടൂൺമി നമ്മൾ കളഞ്ഞിട്ട് താഴെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗാലറിക്ക് ഇത് സേവ് ആയി വരും. അപ്പോൾ ടൂൺമി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഫോൾഡറോട് കൂടി തന്നെ നമുക്ക് നമ്മളെ ഫോട്ടോസ് നമ്മളെ ഗാലറിക്ക് സേവ് ആയി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് മാത്രമേ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ, എഡിറ്റ് ചെയ്ത് കാണിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ചെയ്തിടുക. എന്നിട്ട് അതും നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം കൂടെ ഒരൊറ്റ ഫോൾഡറിലേക്കാക്കി ഇടുക. ഇപ്പം നമ്മൾ ടൂൺമി കിഡൂസ് അങ്ങനെ എന്തെങ്കിലും നമ്മളൊരു അപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഒരു ഫോൾഡർ നെയിം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് എടുത്തിടുക. അല്ലെങ്കിൽ റീസെൻ്റ്ലി നമ്മൾ ചെയ്ത വർക്കുകൾ ഏറ്റവും മേലായിട്ട് വന്ന് എടുക്കും, അതും അങ്ങനെ നോക്കാം. ഓക്കെ, ദെൻ നമ്മൾ ഗൂഗിൾ എടുക്കുക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ അല്ലെങ്കിൽ BG എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് അപ്പം തന്നെ അപ്ലോഡ് ഇമേജ് വരും. അപ്പം ഇനി നമ്മളെല്ലാ ഫോട്ടോൻ്റെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അല്ലാതെ നേരിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ എല്ലാ ഫോട്ടോസും നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം ഇങ്ങനെ റിമൂവ് ആയി പോകും. എന്താ നോക്കിയോ, കണ്ട. ഇനി എൻ്റെ സൈഡിലൊരു ചെടിയുടെ അല്ലേ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇറേസ് ചെയ്തിട്ട് കളയാം. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് ഇറേസ് ആയി പൊക്കോളും. ഇനി നമ്മൾക്ക് ബ്രഷ് വലുതാക്കണോ സൈസ് ചെറുതാക്കണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്ത് അത് സെറ്റ് ചെയ്യുക. എന്നിട്ട് അത് ഡൺ കൊടുക്കുക, ദെൻ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവുന്നതും നമ്മളെ ഗാലറിയിൽ റീസെൻ്റ്ലി വന്ന് കിടക്കും. അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡർ ഉണ്ടാവും, അതിലേക്കോ വന്ന് കിടക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എഗെയിൻ എല്ലാ ഫോട്ടോസിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ 2-3 ഫോട്ടോസ് മാത്രം റിമൂവ് ചെയ്യുന്നത് തന്നെ ഞാൻ കാണിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ചില ഫോട്ടോസിൽ ടൂൺമി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ആ ഒരു ഇത് നമ്മൾ കളഞ്ഞിട്ടില്ല. അതിന് പകരം നമുക്കിത് ക്രോപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കും പറ്റും. നമ്മൾ ഫോട്ടോ ക്രോപ്പ് ചെയ്തെടുക്കുക, അങ്ങനത്തെ കുറച്ച് ഓപ്ഷനുകളൊക്കെ ഉണ്ട്. എവിടെയെങ്കിലും ഇറേസ് ചെയ്യാനോ അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്രോപ്പ് ചെയ്ത് കളയുക. ഇപ്പം ഈ ഒരു ഫോട്ടോൻ്റെ ഓൾറെഡി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആകുമ്പോൾ തന്നെ ആ ടൂൺമി എന്ന് പറഞ്ഞിട്ടുള്ള ഇതും കൂടെ റിമൂവ് ആയി പോകുന്നതാണ്. അപ്പോൾ ചില ഫോട്ടോസിൽ അങ്ങനെയും പറ്റും. ചിലത് നമ്മൾ ക്രോപ്പ് ചെയ്ത് കളയണം, ചിലത് നമ്മൾ പരസ്യം കണ്ടിട്ട് കളയണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഇപ്പം കണ്ട ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറിൽ എല്ലാ ഫോട്ടോസും ഞാൻ ബാക്ക്ഗ്രൗണ്ടും കൂടെ റിമൂവ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളെ സംഭവം ക്യാൻവ ഓപ്പൺ ചെയ്യാം. ക്യാൻവ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ A4 ഡോക്യുമെൻ്റ് എന്നാണ് ടൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ A4 പോർട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം എടുക്കുക, ക്രിയേറ്റ് ബ്ലാങ്ക് പേജ് എടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ അപ്ലോഡ്സ് താഴെ അപ്ലോഡ്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതിൽ അപ്ലോഡ് ഫയൽ കൊടുക്കുക. അപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുകൊണ്ട് തന്നെ താഴേക്ക് എടുക്കുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം കാണിച്ചു തരാം. അപ്ലോഡ്സ് കൊടുക്കുക, ഡൗൺലോഡ്സിൽ പോയിട്ട് ഒരു ഫോട്ടോ അതിലേക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ കണ്ട അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ ഗാലറിയിൽ നിന്ന് നമുക്ക് നേരിട്ട് വേണമെങ്കിലും എടുക്കാം, പക്ഷെ അത് ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇങ്ങനെ എടുക്കുമ്പോഴാണ് ക്ലാരിറ്റി ഉണ്ടാവുക. ഇനി ഓരോ ഫോട്ടോയും എന്ത് ചെയ്യുക, നമ്മളെ ഇഷ്ടത്തിന് ക്രോപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യുക. പിന്നെ സൈസ് വലുതാക്കണമെങ്കിൽ സൈഡിൽ വെച്ച് ഡ്രാഗ് ചെയ്യുക. അങ്ങനെ നമ്മളെ ഇഷ്ടത്തിന് ഇപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് ടീച്ചറെ ഫോട്ടോ ആണല്ലോ വരിക. അപ്പോൾ നമ്മൾ ടീച്ചറെ ഫോട്ടോ തന്നെ വലുതാക്കി വെക്കുക. ദെൻ ഓരോ കുട്ടികളുടെ ഫോട്ടോസും നമ്മൾ സെറ്റ് ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ എല്ലാ ഫോട്ടോസും കൂടെ ഒന്നിച്ച് വലിച്ചിടുന്നതിന് പകരം ഇതുപോലെ ഓരോന്ന് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ചെത്തുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിടുക. അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓരോരോ ഫോട്ടോസും നമുക്ക് ക്രോപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്തും ഡ്രാഗ് ചെയ്യാനുണ്ടെങ്കിൽ ഡ്രാഗ് ചെയ്തൊക്കെ അത് സെറ്റാക്കി വെക്കുക. എല്ലാവരുടെ ഫോട്ടോസും അതിൻ്റെ ഉള്ളിൽ സെറ്റാവുന്ന തരത്തിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എല്ലാ ഫോട്ടോസും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഡ്രാഗ് ചെയ്യാനോ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്തൊക്കെ സെറ്റ് ചെയ്യുക. നഡ്ജൊക്കെ ചെയ്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. അതുപോലെ എന്തെങ്കിലും നമ്മൾ ഫോട്ടോ കുറച്ച് ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ വരണം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ആ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക്വേർഡ് ഫോർവേഡ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എഡിറ്റിങ് ചെയ്യണമാണ്. ഓക്കെ,
അപ്പോൾ ചില ഫോട്ടോസ് നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും, അതൊക്കെ നമ്മൾ ഇതിനനുസരിച്ച് ചെയ്യാം. ദെൻ നമുക്കതിൽ എഴുതാനുള്ള ഇൻഫിനിറ്റ് പെയിൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ താഴെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം കാലിഗ്രഫിയിൽ സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഞാൻ ഇതുപോലെ എഴുതിയത് കേട്ടോ. അപ്പോൾ ഫുൾ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഞാൻ രണ്ടാമത് എഴുതുന്നുണ്ട്. നമ്മളിഷ്ടത്തിന് നമ്മൾ ഹാൻഡ് റൈറ്റിങ്ങിൽ അങ്ങനെ എഴുതാം. അപ്പം ഞാൻ മുബിനമിസും കിഡൂസും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതുന്നുണ്ട്. അതിനുശേഷം എക്സ്പോർട്ടിൽ PNG കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എനാബിൾ ചെയ്യുക, ഓഫ് ചെയ്തിട്ടതിന് ശേഷം സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഗാലറിയിൽ അത് ഓൾറെഡി സേവ് ആയി വരും. ഇനി നമ്മൾ വീണ്ടും അപ്ലോഡ്സിൽ പോവുക. അപ്ലോഡ്സിൽ പോയിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഈ ഒരു സംഭവം നമ്മൾ എഴുതിയ സംഭവം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതാക്കിയിടാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ആദ്യം എടുത്ത് യെല്ലോ കളറായിരുന്നു, അത് ഒരു മാച്ചായിട്ട് തോന്നിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ്ലി ചെയ്ത സംഭവം ബ്ലാക്കിൽ തന്നെ ഉള്ളത് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ എനിക്ക് ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു, കാരണം വല്ലാതെ നീങ്ങിപ്പോയി, ഈ സൈഡിലേക്ക് നീങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്തതിന് ശേഷം എനിക്കത് അത്രയും ഓടിയത് കേട്ടോ. അപ്പോൾ കുറച്ച് നീക്കായിരുന്നു എന്ന് തോന്നി, സെൻറ്റർ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ സാധാരണ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ PDF പ്രിന്റ് ബെസ്റ്റ് ഫോർ പ്രിന്റിങ്ങിൽ ഡൗൺലോഡ് ചെയ്യുക. ദെൻ താഴേക്കുള്ള ആരും കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗാലറിക്ക് അത് സേവ് ആയി വരികയും ചെയ്യും. അപ്പോൾ എന്നിട്ട് നമ്മൾ പ്രിന്റ് എടുക്കാൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതും 500, 550 അല്ലെങ്കിൽ 600 നമുക്കിത് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അടുത്ത എന്ത് ട്യൂട്ടോറിയൽ വീഡിയോ വേണമെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.